പണവും പ്രശസ്തിയുമൊക്കെ ആവോളം കുമിഞ്ഞു കൂടുമ്പോൾ ചിലരുടെ കണ്ണ് മഞ്ഞളിക്കും. എന്താണ് പറയേണ്ടത്, എവിടെയാണ് പറയേണ്ടത്, ആരെക്കുറിച്ചാണ് പറയേണ്ടത് എന്നൊക്കെ മറക്കുകയും വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയുകയും ചെയ്യും. അങ്ങനെ ചെയ്ത ഒരാളാണ് പേളിമാണി. അതുകൊണ്ട് അവർക്ക് നഷ്ടമായത് സ്വന്തം ജീവിതവും ഇത്രയും നാൾ കരുപ്പിടിപ്പിച്ചെടുത്ത ആ ഒരു യൂട്യൂബർ എന്ന പേരും മേൽവിലാസവുമാണ് എന്ന് പറയേണ്ടി വരും. അതായത് ഏകദേശം 2 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഒറ്റ അടിക്ക് കുറഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ നിറയുന്നത്. അതെന്തു തന്നെയും ആയിക്കൊള്ളട്ടെ, ഓരോ നിലപാടുകൾ അത് അവരവരുടെ വ്യക്തിപരമായ കാര്യമാണ്. ഈ സമരവുമായി, അതായത് CJP എന്ന പാർട്ടിയുടെ സമരവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പോസ്റ്റാണ് ഇത്രമേൽ പേളിമാണി എന്ന യൂട്യൂബറെ, സെലിബ്രിറ്റിയെ സമൂഹത്തിനിടയിൽ വലിയ രീതിയിൽ വിമർശനത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചത് എന്നുള്ളതാണ്. അതായത് ആദ്യം ഒരു സ്റ്റാൻഡ് പറയുന്നു, CJPക്ക് അനുകൂലമായിട്ടൊന്ന് വരുന്നു, BJPക്ക് അനുകൂലമായി മറ്റൊന്ന് വരുന്നു. ഏതാണ് ശരി, ഏതാണ് തള്ളാൻ കഴിയുന്നത് എന്നുള്ളത് ആളുകൾക്ക് ബോധ്യമാകാത്ത അവസ്ഥയിലാണ് സിബി മലയിലിൻ്റെ മകൻ ഈ ഒരു ഇരട്ടത്താപ്പിനെതിരെ രംഗത്ത് വരുന്നത്. അദ്ദേഹം 7 പേജുള്ള ഒരു കുറിപ്പുമായിട്ട്, അതായത് നിങ്ങളുടെ ഏത് സ്റ്റാൻഡിലാണെന്ന് വ്യക്തമാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സിബി മലയിൽ രംഗത്ത് പ്രവേശനം ചെയ്തത്. അതിനെതിരെ പേളിമാണി നൽകിയ ഒരു മറുപടി ഉണ്ടല്ലോ, അത് വളരെ കനത്തതായിപ്പോയി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം സിബി മലയിൽ എന്ന സംവിധായകന് മലയാളത്തിൽ ആ ഒരു അഡ്രസ്സ് ആവശ്യമില്ല, ഒരാളുടെ സപ്പോർട്ട് ആവശ്യമില്ല. കാരണം അത്രമാത്രം അദ്ദേഹം സിനിമകളിലൂടെ തൻ്റെ പ്രതിഭ തെളിയിച്ച ഒരു മനുഷ്യനാണ്. എത്രയോ സിനിമകൾ, ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടം, മുത്താരംകുന്ന് PO മുതൽ ഇങ്ങോട്ട് എത്രയോ ഹിറ്റ് സിനിമകൾക്ക് സംവിധാനം നിർവഹിച്ച ആളാണ് ഈ സിബി മലയിൽ. അദ്ദേഹത്തിന് മലയാള സിനിമയിലെ പരാജയപ്പെട്ട സംവിധായകൻ എന്നൊക്കെ പേളിമാണി എങ്ങനെയാണ് പറഞ്ഞത് എന്നറിയില്ല. എത്രയോ ഹിറ്റ് സിനിമകൾ, മോഹൻലാലിനെ വെച്ച്, മമ്മൂട്ടിയെ വെച്ചൊക്കെ, കിരീടം പോലെയൊക്കെയുള്ള സിനിമകൾ മലയാളികൾക്ക് വലിയ ഒരു ആഘോഷമായി തന്നെ കൊണ്ടാടിയ സിനിമകളാണ്. ദേവദൂതൻ, അങ്ങനെ എത്രയോ സിനിമകൾ. അദ്ദേഹത്തെയാണ് ഒരു പരാജയപ്പെട്ട സംവിധായകൻ എന്ന് വിമർശിച്ചുകൊണ്ട് പേളിമാണി രംഗത്ത് വന്നത്. അതും പോകട്ടെ, അതിന് പിന്നാലെ അവർ പറഞ്ഞത് തനിക്ക് ഇഷ്ടപ്പെട്ട നിറം കാവിയാണ് എന്നുള്ളതാണ്. അതായത് ഏത് സ്റ്റാൻഡിലാണ് പേളിമാണി നിൽക്കുന്നത്, അവരെയും സ്വീകരിക്കണം, ഇവരെയും സ്വീകരിക്കണം, ഇവിടെയും സ്വീകരിക്കണം, അങ്ങനെ എല്ലാവരെയും സ്വീകരിച്ചുകൊണ്ട് സ്വന്തം ഐഡന്റിറ്റി കളഞ്ഞു പൊളിക്കുകയാണ് പേളിമാണി ചെയ്തത് എന്നത് വ്യക്തമാണ്. അതെന്തായാലും ആയിക്കൊള്ളട്ടെ, ഒരു സമരം മുന്നോട്ട് വരുമ്പോൾ ഒരുപാട് ആളുകൾ അതിന് സപ്പോർട്ടുമായി വരും, അതിന് വിമർശനവുമായിട്ട് വരും. BJP ആണ് ഇതിനകത്ത് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. അതാണ് അവരുടെ ഭരണമാണ് കേന്ദ്രത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ BJPക്ക് എതിരായി ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ കേരളത്തിലും ഇന്ത്യയിൽ പല ഭാഗങ്ങളിലുമുണ്ട്. അപ്പോൾ ഈ സമരം BJPക്ക് എതിരെയുള്ള സമരമായി ചിത്രീകരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നേരെ മറിച്ച് CJP, അതായത് വിദ്യാർത്ഥികളുടെ, യുവാക്കളുടെ ഒരു നിര, ഒരു മുന്നേറ്റ സമരമാണ് ഇത് എന്നും പാറ്റ എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ പ്രതീകമാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. നീറ്റ് വിവാദവുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ സമരം ഉടലെടുക്കുന്നത്. അതായത് ഈ നീറ്റ് വിവാദവുമായി ബന്ധപ്പെട്ട് 30-32ഓളം കുട്ടികളാണ് അവരുടെ ജീവൻ ഹോമിച്ചത്. അവർക്ക് അനുകൂലമായിട്ട് സംസാരിക്കണം എന്ന നിലപാടുമായിട്ട് ഒരുപാട് ആളുകൾ ഈ സമരപന്തലിലേക്ക്, സമരമുഖത്തേക്കൊക്കെ എത്തുന്നുണ്ട്. സെലിബ്രിറ്റികളായിട്ടുള്ള ഒരുപാട് മലയാളികളും അതുപോലെ തന്നെ ഹോളിവുഡ്, ബോളിവുഡ് ഒക്കെയുള്ള താരങ്ങൾ ഇതിനകത്തേക്ക് വലിയ സപ്പോർട്ടുമായി എത്തുമ്പോഴാണ് പേളിമാണിയുടെ ഈ ഇരട്ട നിലപാടുമായിട്ട് പേളിമാണി രംഗപ്രവേശനം ചെയ്തത്. എന്നാൽ ആ ഇരട്ട നിലപാടിനെ അല്ല ഇപ്പോൾ കേരള സമൂഹം വലിയ രീതിയിൽ ആക്രമിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ടി വരും. സിബി മലയിൽ എന്ന സംവിധായകനെ നിങ്ങൾ എന്തിനാണ് തോണ്ടിയത് എന്നുള്ളതാണ്. അത്രമാത്രം ഹിറ്റ് സിനിമകൾ ചെയ്ത മലയാളത്തിലെ ഏറ്റവും സെലിബ്രിറ്റി ആയിട്ടുള്ള സംവിധായകനാണ് സിബി മലയിൽ. അവരെ തോണ്ടിയത് എന്തിനാണ് എന്നുള്ളതാണ് ഏറ്റവും അധികം വിമർശനം മുന്നോട്ട് വയ്ക്കുന്നത്. പേളിമാണിയുടേതായ സ്വന്തമായ രാഷ്ട്രീയം ഉണ്ടാവുമെന്ന് യാതൊരു സംശയവുമില്ല. കോൺഗ്രസിൽ വിശ്വസിക്കുന്നവരുണ്ടാകാം, ഇടത് ചിന്താഗതിക്കാരുണ്ടാകാം, BJPയിൽ വിശ്വസിക്കുന്നുണ്ടാവാം. അതിനൊന്നും ഒരു വിലക്കും ആരും നമ്മുടെ സമൂഹത്തിൽ കൽപ്പിക്കുന്നില്ല. അവരുടെ സാഫ്രോൺ എന്ന കളറിനെ ആരും വിമർശിക്കുന്നില്ല. അതായത് അവർക്ക് കാവിയെയോ പച്ചയെയോ ചുവപ്പിനെയോ ഒക്കെ ഇഷ്ടപ്പെടാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതിനെയൊക്കെ അംഗീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ സിബി മലയിൽ എന്ന സംവിധായകനെ തോണ്ടിയത്, അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നത് എന്തിനാണ്? മകനുമായിട്ടുള്ള വിഷയത്തിൽ സിബി മലയിലിനെ അതിനകത്തേക്ക് എടുത്തു വലിച്ചു വയ്ക്കേണ്ട കാര്യം എന്തായിരുന്നു എന്നുള്ളതാണ് പേളിമാണി വിശദീകരിക്കേണ്ടത്. ഇപ്പോഴും അവർ അതിനകത്ത് തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന ചോദ്യം കൂടി മലയാളികൾ ചോദിക്കുകയാണ്. കാരണം പേളിമാണി ജനിക്കുന്നതിന് മുൻപ് തന്നെ മലയാള സിനിമയിലെ സെലിബ്രിറ്റികളിൽ ഒരാളായി മാറിയ ആളാണ് ഈ സിബി മലയിൽ എന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് എത്രയോ സിനിമകൾ അദ്ദേഹം ദൃശ്യഭംഗി നൽകിയിട്ടുണ്ട്, എത്രയോ സിനിമകൾ സൂപ്പർ ഹിറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു സംവിധായകൻ, ഒരു പരാജയ
പരാജയപ്പെട്ട സംവിധായകൻ എന്ന് എങ്ങനെ പേളിമാണി വിലയിരുത്തും? അപ്പോൾ ഈ അഹങ്കാരം, പണത്തിൻ്റെയും പ്രശസ്തിയുടെയും അഹങ്കാരം കൊണ്ട് മത്തുപിടിച്ച് എന്തും വിളിച്ചു പറയാവുന്ന ഒരു രീതിയിലേക്ക് പേളിമാണി മാറി എന്നതുകൊണ്ട് തന്നെയാണ് അവരുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒക്കെ വലിയ ഇടിവ് സംഭവിച്ചത്. തീർച്ചയായിട്ടും പേളിമാണിക്ക് തിരുത്താനുള്ള ഒരു അവസരം കൂടിയുണ്ട്. ഇനിയും നിങ്ങൾ അധപതിച്ചു പോകരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം നിങ്ങൾ അത്രമാത്രം മലയാളികൾക്ക് പ്രിയപ്പെട്ട ഒരു സെലിബ്രിറ്റി തന്നെ ആയിരുന്നു ഇതുവരെയും. കാരണം ചില പരാമർശങ്ങളാണ് ചിലരെ അവരുടെ ഐഡന്റിറ്റി വ്യക്തമാക്കുന്നത്, വെളിപ്പെടുത്തുന്നത് എന്ന് എടുത്തു പറയേണ്ടതുണ്ട്. അങ്ങനെ പറയുമ്പോൾ പേളിമാണിയുടെ ആ ഒരു ഐഡന്റിറ്റിയാണ് ഇപ്പോൾ പുറത്തേക്ക് വലിച്ചിട്ടിരിക്കുന്നത് അവർ തന്നെ. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ സിബിമലയിൽ പരാജയപ്പെട്ട ഒരു സംവിധായകനായി നിങ്ങൾക്ക് മനസ്സിലായത് എന്നുകൂടി ഒന്ന് സമൂഹത്തോട് വിശദീകരിക്കേണ്ട ബാധ്യത കൂടി ഇപ്പോൾ പേളിമാണിക്കുണ്ട് എന്നത് അടിവരയിട്ട് പറയേണ്ടി വരും.